कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्तिकम् ഒരു ഹിപ്പി വില്ലേജ് കാണാൻ പോകാം. അതുപോലെ കോട്ടയ്ക്ക് തന്നെ പോണവര് ബ്ലഡി ഫുൾ. ഞങ്ങൾ അറിയാണ്ട് ഹോട്ടലിൽ നിന്ന് പുറത്തു പോവുക, ഡ്രിങ്കിങ്, അതും പെണ്ണുങ്ങളുടെ കൂടെ. നിങ്ങളുടെ പേരൻസിനെ അറിയിച്ച എത്ര വലിയ ഇഷ്യൂ ആണെന്നറിയോ? സ്റ്റുഡൻസിന് അടുത്ത് ബാഗ് പാക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയും. നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തിരിക്കണം. You may go now. ആസ് യു ഓൾ നോ, IV സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വളരെ കുറച്ച് കണ്ടീഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ രാത്രി നിങ്ങളിൽ ചിലർ അതെല്ലാം കൂടി ഒരുമിച്ചങ്ങ് ബ്രേക്ക് ചെയ്തു. അങ്ങേരവിടെ സ്തുതി വിളിച്ചു തുടങ്ങി. എന്തൊക്കെയായിരുന്നു? IV ക്യാൻസൽ ചെയ്യുന്നതിന് ഗോവ, ബീച്ച്, സൺഡൗൺ, പാർട്ടി, ഒലക്കയുടെ മൂഡ്. ക്ലാസ്സിലെല്ലാവരെയും ഫേസ് ചെയ്യാൻ തന്നെ മടിയാവുന്നു. പോട്ടെടാ ചുമ്മാ. വൺ ലാസ്റ്റ് ചാൻസ്. ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഓക്കെ? ഓക്കെ സാർ. You may go now. ലവ്ലി, എനി പ്രോബ്ലം? അമേരിക്കക്കാരൻ ഡോക്ടർ, അമ്മയുടെ ചോയ്സ്, അച്ഛന് സമ്മതം. പെണ്ണ് കാണിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ IV വന്നത്. പക്ഷെ ഇപ്പൊ IV ക്യാൻസൽ ആയില്ലേ, ഇനി കാണാതെ വേറെ നിവൃത്തിയില്ല. ഇവിടെ ഞാൻ എങ്ങനെ വിളക്കും? അമേരിക്ക ഗ്രേറ്റ്. All of you are my favorite students. നിങ്ങളുടെയൊക്കെ മോൻ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. So that we are packing the bags and going to Goa. ഗോവയോ? അമേരിക്കക്കാരൻ അമേരിക്കയ്ക്ക് പോട്ടെ ലവ്ലി, നമുക്ക് ഗോവയ്ക്ക് പോവാം. IV സ്റ്റാർട്ടാൻ വെയിറ്റിംഗ് കരുതി കുരിശൊന്ന് ഓഫാൻ. എന്നാലും ഈ സാറിന്റെ മനസ്സ് എങ്ങനെയാ മാറിയത്? സിമ്പിൾ, സർവീസിന്റെ പുറകെ കട്ട പ്രേമം. അത് നിനക്ക് എങ്ങനെ അറിയാം? വല്ലപ്പോഴൊക്കെ സ്റ്റാഫ് റൂമിൽ കയറണം. അതെങ്ങനെയാ? ക്ലാസ് റൂമിൽ പോലും കയറാറില്ലല്ലോ. കറക്റ്റ്. അപ്പൊ പിന്നെ നമുക്ക് സാറിനോട് പോയൊരു താങ്ക്സ് പറയാം അല്ലേ? താങ്ക്സ് ഒക്കെ ഇവിടെ നിൽക്കട്ടെ. ആദ്യം ഒരു സോറി പറയാം. കറക്റ്റ്. ദാറ്റ്സ് ഓക്കെ. സോറി ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കുറച്ചുണ്ടാക്കിയ പ്രശ്നത്തിന് മറ്റുള്ളവരെ പണിഷ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാതിരുന്നാ മതി. അക്ഷയ്, തനിക്ക് ആരോടെന്തോ പറയാനില്ലേ? ടീച്ചേഴ്സ് അറിയാതെ ക്ലാസ് റൂമിലൊന്നും നടക്കത്തില്ല. ഡോ, തന്നോടും കൂടെ. സാർ ഇവിടെ നിൽക്കുവാണല്ലേ? വരുന്നില്ലേ? വേഗം വാ സാർ. അല്ല, ഞാനിപ്പോ വരാം. ഞാൻ പുറത്തന്നെ ഉണ്ട്. എന്താടോ ഒരു തമാശ? പറ, ഞാനോടും ചിരിക്കട്ടെ. അല്ല, ഈ സ്റ്റുഡൻസ് അറിയാണ്ട് സ്റ്റാഫ് റൂമിലും ഒന്നും നടക്കാറില്ല. അല്ല, അങ്ങനെയൊന്നുമില്ല. സൺസെറ്റ്, നൈസ് നൈസ്, ബ്യൂട്ടിഫുൾ സൺസെറ്റ്, ലവ്ലി സൺസെറ്റ്. നൈസാ. കണ്ടിട്ട് വന്നാ മതി. അങ്ങനെ ഹംപിയിൽ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റിന് ശേഷം അവരെല്ലാരും തിരിച്ചു സൺറൈസ് കാണാനായി ഗോവയിലേക്ക്. നമുക്കൊരു മൂവി പ്ലേ ചെയ്താലോ? എല്ലാരും ഇരുന്നേ, സിനിമ ഇടാൻ പോവാണ്. ഇരുന്നേ ഡി മോളെ. ഒന്നിങ്ങി വന്നു. നീ മൂവി ഒന്ന് പ്ലേ ആവോ? ചെല്ല്. ഹലോ. അയ്യോ, പർവ്വതം പോലെ ടിവിയുടെ മുമ്പിൽ നിൽക്കാണ്ട് എവിടെയെങ്കിലും പോയി ഇരിക്കടി. എന്റെ സീറ്റ് വന്നിരുന്നിട്ട് ഓടി. നടക്കട്ടെ. ആരിത്? ഹായ് അക്ഷയ്. ഹായ്.
സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അന്ന് എനിക്കുണ്ട്. ആ ഉം. ആ ആ ഇരിക്കുന്നില്ലേ? സൈഡ് സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ എനിക്ക് വട്ടാന്ന് തോന്നിക്കാണും അല്ലേ? ഇച്ചിരി. ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയാ പിന്നെ കണ്ണ് തുറന്ന് സ്വപ്നം കാണാൻ പറ്റും. ആരാ? അച്ഛനാ. എന്നും എന്താ സംഭവിച്ചെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. എന്നും വിളിക്കും? പണ്ടെന്ന് വിളിക്കുമായിരുന്നു, ഇപ്പൊ വാട്സാപ്പായി. അപ്പോ ഇന്നലെ ഒക്കെ ടെക്സ്റ്റ് ചെയ്തത് വേറെ ആരെ? അച്ഛനെ തന്നെ. ഓ അച്ഛാ. ഉമ്മ കൊടുത്തോ? പോടാ. നമ്മളെ ഈ ഇഷ്ടപ്പെടുന്ന പെണ്ണ് കിടന്നുറങ്ങുന്ന കാണാൻ വരെ എന്ത് ഭംഗിയാലേ. ആദ്യത്തെ ഒരാഴ്ച കാണും ഇത്. എന്തെവിടെ ഇരിക്കുന്നേ? താൻ എന്നാ അവസാനമായിട്ടൊരു സൺറൈസ് കണ്ടത്? സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കാറുണ്ട്, അസ്തമിക്കാറുണ്ട്. പക്ഷെ ആർക്കൊരു മൈൻഡില്ല. ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് എല്ലാരും വല്ലപ്പോഴും ഒരു സൺറൈസ് ഒക്കെ കണ്ട ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു.